ഇന്നത്തെ എൻ്റെ യാത്ര പതിവ് പോലെ അല്ലായിരുന്നു കേട്ടോ. ഞാനിന്ന് ഓട്ടോയിലാണ് കുറേ നേരം സഞ്ചരിച്ചത്. പക്ഷേ ഇന്നത്തെ ആ ഓട്ടോ യാത്രയിൽ ഒരുപാട് വർഷങ്ങൾ ഞാൻ പെരുമ്പാവൂർ ഓട്ടോ ഓടിച്ച ഒരു ഓട്ടോ തൊഴിലാളിയായിരുന്നു. പക്ഷേ ഇന്ന് വല്ലാത്തൊരു സന്തോഷം എനിക്ക് അനുഭവപ്പെട്ടു. ഈ പതിവില്ലാതെ കുറേ നേരം ഞാൻ ഓട്ടോയിൽ സഞ്ചരിച്ചപ്പോൾ പഴയ കാലങ്ങളും പഴയ ഓട്ടോയിൽ ഓടിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടങ്ങളും എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് എന്നെ വല്ലാതെ വേദനപ്പെടുത്തിയ ഒരു കാര്യം, ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചേട്ടൻ്റെ കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോൾ വല്ലാതൊരു വിഷമം തോന്നി. ഒരു ലൈഫിൻ്റെ പകുതി ഭാഗത്തോളം, ജീവിതത്തിൻ്റെ പകുതി ഭാഗത്തോളം സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിച്ചു തീർത്ത ഒരാളായിരുന്നു ഇദ്ദേഹം. 60 വയസ്സിന് മേളിൽ പ്രായമുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കളെ വിവാഹം ചെയ്ത് അയപ്പിച്ചു. 1, 2, 3 മക്കളുണ്ടായിരുന്നു. അവരെ വിവാഹം ചെയ്ത് അയപ്പിച്ചു. അയാളുടെ വീട് നഷ്ടപ്പെട്ടു. അതിനുശേഷം ഇദ്ദേഹം വാടകയ്ക്കാണ് താമസിക്കുന്നത്. വാടകയ്ക്ക് താമസിക്കുന്നു. മാസം വാടക കൊടുക്കണം വീടിൻ്റെ, പിന്നെ മരുന്ന് വാങ്ങണം, ചിലവ് നടത്തണം. അങ്ങനെ ഒരു മടിയും കൂടാതെ ഇത്രയും പ്രായമായിട്ടും ജീവിതത്തിൽ പരാജയപ്പെടാതെ മുന്നോട്ട് പോകുന്ന ഒരു ചേട്ടനെയാണ് ഞാനിന്ന് കണ്ടത്. ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കേട്ടപ്പോൾ മനസ്സിനെ വല്ലാതെ വേദനപ്പെടുത്തി കേട്ടോ. ഞാനത് കേട്ടിട്ട് കുറച്ച് നേരം വണ്ടിക്കകത്ത് അങ്ങനെ ഇരുന്നു പോയി. ഇതുപോലത്തെ ആളുകളെല്ലാം നമ്മുടെ നാട്ടിൽ, സമൂഹത്തിൽ ഏറെയുണ്ട്. നമ്മൾക്കറിയാവുന്നവരുണ്ടാവും. അങ്ങനെ അറിയാവുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുക. ഞാൻ ഇന്ന് ഈ വാഹനത്തിൽ സഞ്ചരിച്ചപ്പോൾ ഞാൻ ഓർത്തത്, ഇത്രയും കാലഘട്ടം ഒരു മനുഷ്യന് സ്വന്തം ജീവിതവും സന്തോഷവും മറന്ന് സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് ഉരുകിത്തീർന്ന് ജീവിച്ച ഇദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് വല്ലാതൊരു അഭിമാനം തോന്നിയിട്ടോ. കാരണം നമ്മുടെയൊക്കെ അച്ഛൻ്റെ പ്രായമുണ്ട്. വളരെ പാവപ്പെട്ട മനുഷ്യനാണ്. യാത്ര തീർന്നപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ട പണവും കൊടുത്ത് ഞാൻ അദ്ദേഹത്തോട് യാത്ര പറഞ്ഞു പിരിഞ്ഞു. ഇതുപോലുള്ള അച്ഛന്മാർ ഏറെ വാഹനങ്ങൾ ഓടിച്ചും കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട്. അവർക്കെല്ലാം ആരോഗ്യവും ആയുസ്സും ദൈവം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു.